ചേട്ടാ നമസ്കാരം. നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും എല്ലാ കാലത്തെയും ഉയർന്ന സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളെപ്പോഴും മലയാള മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞു, എല്ലാം തയ്യാറായി കഴിഞ്ഞു, ഉടമ്പടിയിൽ ഇനി ഒപ്പിട്ടാൽ മാത്രം മതി, യുദ്ധം ഇത് അവസാനിക്കാൻ പോകുന്നു, ഹോർമൂസ് തുറക്കാൻ പോകുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടുത്തെ സിറ്റുവേഷൻ വെറും 3 ദിവസത്തിനുള്ളിൽ US രണ്ടാമത്തെ ആക്രമണം ഇറാന്റെ നേരെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിലെ ഒരു ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനെ US സൈന്യം ലക്ഷ്യം വെച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ആക്രമണം നടന്നത്, കഴിഞ്ഞ ദിവസം രാത്രി. അപ്പോൾ ഇത് വെടിനിർത്തൽ ലംഘനമാണ്. സ്വാഭാവികമായിട്ടും സമാധാന ചർച്ചകളെ ഇത് ബാധിക്കുമെന്ന് അറിയാത്തത് കൊണ്ടൊന്നുമല്ല. ട്രംപ് വീണ്ടും ആക്രമണം അഴിച്ചുവിടുകയാണ്. US ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഈ നടപടി പൂർണ്ണമായും സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശമെന്നും ഇപ്പോൾ US പറയുന്നുണ്ട്. ഇറാനിയൻ ഡ്രോണുകൾ അടക്കം അവർ വെടിവെച്ചിട്ടു എന്ന് പറയുന്നുണ്ട്. ഇറാന്റെ നിർദ്ദേശത്തിൽ സ്വാഭാവികമായിട്ടും ഞാൻ തൃപ്തനല്ല എന്ന് ട്രംപ് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തങ്ങൾക്കൊരു ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഇറാൻ തിരിച്ചടിക്കുമല്ലോ. അപ്പോ ബന്ദർ അബ്ബാസിനെതിരായിട്ടുള്ള ആക്രമണത്തിന് പ്രതികാരമായിട്ട് ഇറാൻ വ്യോമത്താവളം കഴിഞ്ഞ ദിവസം ഇവരെ ആക്രമിച്ച പശ്ചാത്തലത്തിൽ ഇറാനും തിരിച്ചടിച്ചു എന്നുള്ള റിപ്പോർട്ട് വരുന്നു. അതായത് വീണ്ടും ഈ യുദ്ധം സജീവമാവുകയാണ്. ഇപ്പം 2 ദിവസത്തിന്റെ ഇടയിൽ ഒരു ആക്രമണം, വീണ്ടും അടുത്ത ആക്രമണം. ഇനിയിപ്പോ എല്ലാ ദിവസവും പഴയതുപോലെ യുദ്ധത്തിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകുമോ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോ വീണ്ടും ഇത് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമാധാന ചർച്ചകൾ ഒരിടത്തും എത്തില്ല. പാകിസ്ഥാന്റെയൊക്കെ മധ്യസ്ഥതയൊക്കെ ചീറ്റിപ്പോയി. ഇപ്പൊ പാകിസ്ഥാനകത്ത് ഈ അസീം മുനീറിനെ തട്ടിക്കളയുമെന്ന് പറഞ്ഞിവിടെ ഭീകരവാദികൾ ഇറങ്ങിയിരിക്കുകയാണ് ഈ മധ്യസ്ഥത വഹിച്ചത് കൊണ്ട്. അങ്ങനത്തെ ഒരു വലിയ സംഭവം പാകിസ്ഥാനകത്ത് കിടപ്പുണ്ട്. എന്ത് തോന്നുന്നു ചേട്ടാ ഈ കാര്യത്തിൽ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയായിരുന്നു ട്രംപ് ഒരു ആക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന അവിടെ തെക്കൻ മേഖലയിൽ ഒരു സൈനിക കേന്ദ്രത്തിലാണ് ആക്രമണം നടത്തിയെന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷെ ആക്രമണത്തിൽ തിരിച്ചടി 4:50 ആയപ്പോൾ, പുലർച്ചെ 4:50 ആയപ്പോൾ കുവൈറ്റിൽ നേർക്ക് മിസൈലുകളും ഡ്രോണുകളും പായിച്ചുകൊണ്ട് ഇറാൻ ഒരു തിരിച്ചടി നടത്തി. പക്ഷെ അത് കുവൈറ്റ് തടഞ്ഞു. അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച ഡ്രോണുകൾ തടഞ്ഞു. പക്ഷെ അതിനുശേഷം ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫർസ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഫർസ പറയുന്നത് അമേരിക്കയുടെ ഒരു സൈനിക താവളം ഇറാൻ ആക്രമിച്ചു എന്നാണ്. ഏത് സൈനിക താവളമാണ് എന്നുള്ള കാര്യത്തിൽ ഈ ഫർസയുടെ റിപ്പോർട്ടിൽ പറയുന്നില്ല. പക്ഷെ ഒരു സൈനിക താവളം വിജയകരമായി ആക്രമിച്ചു എന്നാണ് ഫർസ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇറാൻ ആക്രമിച്ചു എന്ന്. ഇതോടുകൂടി അടിയും തിരിച്ചടിയും ഒക്കെ മുമ്പോട്ട് പോകുന്നു. ഇന്നലെ അവരുടെ പരമോന്നത നേതാവ് ഖമേനിയുടെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഹോർമൂസിന്റെ ഭാഗത്തുനിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇത് മുൻപോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ സംഭവത്തിൽ ഇപ്പോൾ ഈ സമാധാന കരാറിൽ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇൻട്രസ്റ്റ് ഇല്ലാത്തതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേൾക്കുമ്പോൾ അല്പം കൗതുകകരമായ കാര്യമാണ്. ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുകയാണെങ്കിൽ ഒരു കരാർ ഒപ്പിടേണ്ടി വരും. ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇറാന്റെ ഉപരോധങ്ങൾ നീക്കേണ്ടി വരും. ഈ ഉപരോധം നീക്കുന്നതിന് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ ഒരുമാതിരിപ്പെട്ട ഏതാണ്ട് 8ഓളം രാജ്യങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല. കാരണം ഈ ഉപരോധം നീക്കിയാൽ ഇവരെല്ലാം ഇറാന് പൈസ കൊടുക്കേണ്ടി വരും. കാരണം ഇറാന്റെ $120 ബില്യൺ, ഏതാണ്ട് 11.49 ലക്ഷം കോടി രൂപ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പിടിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഉപരോധം മൂലം ഡോളറാണത്, ട്രാൻസാക്ഷൻ നടക്കാത്തതുകൊണ്ട് പിടിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ആസ്തി ഏത് രാജ്യത്താണെന്ന് അറിയാം? ചൈനയിലാണ്. 20 ബില്യൺ ആണ്. ഇന്ത്യയിൽ 7 ബില്യൺ ആണ്. ഇറാഖിൽ 6 ബില്യൺ ആണ്. അമേരിക്ക വളരെ കുറവ്, 1.2 ബില്യൺ മാത്രമേ ഉള്ളൂ. ജപ്പാൻ 1.5 ബില്യൺ ആണ്. ലക്സംബർഗ് 1.5 ബില്യൺ ആണ്. തുർക്കിയിലുണ്ട്. ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങളെല്ലാം ഈ ആസ്തി ഉണ്ട്. ഈ ആസ്തി ഉടനെ തിരിച്ചു കൊടുക്കേണ്ടി വരും. സ്വാഭാവികമാണല്ലോ, വിരോധം മാറ്റി കഴിഞ്ഞാൽ ഈ ആസ്തി തിരിച്ചു കൊടുക്കും. ഈ ആസ്തി പല രാജ്യങ്ങൾക്ക് തിരിച്ചു കൊടുക്കുക പ്രയാസകരമാണ് പെട്ടെന്ന്. ഒന്നത്. അപ്പം അമേരിക്ക വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തൽക്കാലമായിട്ട് ഞങ്ങൾ ഈ 60 ദിവസമായി തുടരുന്ന ഉപരോധം തൽക്കാലം പിൻവലിക്കാം, പകരം നിങ്ങളുടെ സമ്പുഷ്ട യുറേനിയം മറ്റുമൊക്കെ ഞങ്ങൾക്ക് തന്ന് നിങ്ങൾ ഈ ആണവ കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ ബാക്കി ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായി പിൻവലിക്കാം എന്നാണ് ഇപ്പോൾ അമേരിക്ക മുൻപോട്ട് വെക്കുന്ന ഉപാധി. പക്ഷെ ഇതിനിടയിൽ ട്രംപ് ഒമാനെതിരെ ഒരു ഭീഷണിയോട് മുഴക്കിയിട്ടുണ്ട്. അതിന് എനിക്ക് തോന്നുന്നത് ഈ മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ഒമാനും ഇറാനും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ടല്ലോ, ഈ ഹോർമൂസ് കടലെടുക്ക് ഈ 2 കൂട്ടരും കൂടെ വീതിച്ചെടുത്തുകൊണ്ട് അവിടുന്ന് ട്രോളൊക്കെ പിരിച്ച് അവരുടെ കൈവശം വെക്കാൻ തീരുമാനമെടുക്കും. ഇത് കേട്ടപ്പോൾ ട്രംപ് പൊട്ടിത്തെറിച്ചോട്ട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഒമാനെ ഞാൻ തീർത്ത് കളയുമെന്നാണ് പറഞ്ഞത്. ഈ ഒമാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് എന്ന് മാത്രമല്ല ഈ ഇടനില നിൽക്കുന്ന മധ്യസ്ഥനും കൂടിയാണ്. അങ്ങനെയും കൂടി കാര്യമുണ്ട്. തീർത്ത് കളയുന്നത് ഒരുപക്ഷെ പത്രക്കാർ ചോദിച്ച ആ ചോദ്യത്തിൽ പ്രകോപിതനായിട്ടാണോ അതോ സീരിയസ് ആയിട്ടാണോ പറഞ്ഞതെന്ന് അറിയില്ല. ട്രംപ് പറയുന്നത് അന്താരാഷ്ട്ര ജലപാതയാണ്, അത് അങ്ങനെ ഒരു കൂട്ടർക്ക് കൈവശം വെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അന്താരാഷ്ട്ര നിയമം, അങ്ങനെ തന്നെയാണ്. ആർക്കും കൈവശം വെക്കാനൊന്നും പറ്റില്ല. അത് അവരുടെ പൊതുസ്വത്താണ് ആ സാധനം. അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഗൾഫിനെ സംബന്ധിച്ച് ഉള്ളത്. അതായത് ഈ ഒരു ഭാഗത്ത് ചർച്ചകൾ മുൻപോട്ട് പോകുന്നുണ്ട്, കരാറിന് അടുത്ത് എത്തി എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം
ഖത്തർ ഒരു $12 ബില്യൺ ഇറാന് കൊടുക്കുമെന്നൊരു വാർത്ത നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഈ കരാർ ഒപ്പിടുന്നതിന് വേണ്ടി. ഈ $12 ബില്യൺ ഏതാണെന്നറിയാവോ? ഈ ഖത്തറിൽ കിടക്കുന്ന ഇറാന്റെ ആസ്തിയാ. അത് വിട്ടുകൊടുക്കണമെങ്കിൽ അമേരിക്ക പെർമിഷൻ കൊടുക്കണം. അതായത് ഉപരോധത്തിൽ ഇളവ് കൊടുത്താൽ മാത്രമേ ഖത്തറിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് അങ്ങനെ വിട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇളവ് കൊടുക്കണമല്ലോ. അതാണ് അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾ പറഞ്ഞത് ഇറാൻ അനുകൂലമായിട്ട് ട്രംപ് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. ഇപ്പോഴാണ് അത് ക്ലിയർ ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് ഒന്നെങ്കിലും ഒരു പ്രഷർ കൊടുക്കുകയായിരിക്കും ഈ സമാധാന കരാറിൽ എത്രയും പെട്ടെന്ന് ഇറാൻ ഒപ്പുവെക്കുന്നത്. കാരണം ഇന്നലെ ട്രംപ് പറഞ്ഞൊരു കാര്യം, അവര് വളരെ പതുക്കെ ഒപ്പുവെച്ചാലും മതി, ധൃതി കൂട്ടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ ആ വ്യക്തിയാണ് പാതിരാത്രി കൊണ്ട് അവിടെ ബോംബിട്ടതെന്നുള്ളതാണ് മറ്റൊരു രസം. അപ്പം ഒന്നുകിൽ പ്രഷർ കൊടുക്കാനായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അതായത് ഇറാനെ മാക്സിമം പ്രതിരോധത്തിലാക്കുക. കാരണം ഇറാന്റെ പക്കൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ചൈനയെ പ്രതിരോധത്തിലാക്കുക. അങ്ങനെ എല്ലായിടത്തും ഒരു പ്രതിസന്ധി ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. ഏതായാലും ഈ പ്രതിസന്ധി ഈ വർഷം തീരുമെന്ന് യാതൊരു ഇതുമില്ല, ഒരു സൂചന പോലുമില്ല. യുദ്ധം ഒരുപക്ഷെ തീർന്നേക്കമായിരിക്കാം, പക്ഷെ യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രതിസന്ധി ഉണ്ടല്ലോ, ഈ എണ്ണ പ്രതിസന്ധി, ഈ വർഷം തീരില്ല എന്തായാലും. അത് എന്തായാലും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പെട്രോളിനും ഡീസലിനും ഒക്കെ ഇനിയും ചിലപ്പോൾ വില കൂടിയെന്നും ഇരിക്കാം. ഒരുപക്ഷെ 1-2 രൂപ, അതായത് ഈ ടാക്സുകളൊന്നും ഇല്ലാതെ തന്നെ 108ലേക്കും 115ലേക്കും ഒക്കെ പോയാൽ അത്ഭുതപ്പെടാനില്ല. 115ലേക്ക് പോകാന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് വരുമ്പോൾ അത് ഏതാണ്ട് ഒരു 125 രൂപയെങ്കിലും വരും. ആ ഒരു നിലയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ലോകത്ത്. അത് ഇപ്പൊ യുദ്ധം അവസാനിച്ചാലും അതിന് പെട്ടെന്നൊന്നും ഒരു പോംവഴി കിട്ടാൻ സാധ്യതകളൊന്നും തന്നെ ഇല്ല. കാരണം ഈ ഗതാഗതങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഒരു സൈക്കിൾ ചെയ്ത് വരണം. അത് പ്രത്യേകിച്ച് ഗ്യാസിന്റെ ഒക്കെ കാര്യങ്ങൾ, ഈ പൂട്ടിയിട്ട പ്ലാന്റുകൾ, എണ്ണ പാടങ്ങൾ, ഇതെല്ലാം വീണ്ടും സ്റ്റാർട്ടായി വരുന്ന ഒരു ചെറിയ ടൈം, ഒരു കാലയളവ് എടുക്കും. കുറഞ്ഞത് ഒരു 6 മാസം തൊട്ട് 1 വർഷമെങ്കിലും അതിന് വേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ സാഹചര്യം കൂടെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് യുദ്ധം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ യുദ്ധം ഇനി ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. അടിയും തിരിച്ചടിയുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകും. അതായത് ഇടയ്ക്ക് അങ്ങോട്ടൊരു മിസൈൽ, തിരിച്ച് ഇങ്ങോട്ടൊരു മിസൈൽ, ഇങ്ങനെ മിസൈലുകളുമായിട്ടൊരു അരക്ഷിതാവസ്ഥയായിട്ടൊരു ഗൾഫ് മേഖലയായിട്ട് ഇത് മാറാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. ഇതിനിടയിലാണ് ഈ മധ്യസ്ഥം പറയാൻ പോയ മുനീറിനെതിരെ വധഭീഷണിയുമായിട്ട് നമ്മുടെ കസൂരി എന്ന് പറയുന്ന പഹൽഗാം ഭീകര ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഭീകരന്റെ രംഗത്ത് വന്നത്. അത് അബ്രഹാം കോഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു ഇതിനകത്ത് പാകിസ്ഥാൻ ഭാഗമായി കൊന്നുകളയുക എന്നുള്ളത്. അങ്ങനെ മൊത്തത്തിൽ കലാപകലുഷിതമായി അല്ലെങ്കിൽ സംഘർഷഭരിതമായി നിൽക്കുന്ന അവസ്ഥ. ഈ ഗൾഫിലെ പുതിയ അപ്ഡേഷൻസ് ഇതാണ്. ഇതെന്തായാലും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഒന്നും കാണുന്നില്ല. അടിയും തിരിച്ചടിയുമായിട്ട് നിൽക്കും. അവിടുന്ന് 2 ബോംബ് ഇവിടെ വീഴുന്നു, ഇവരെ അങ്ങോട്ടെങ്കിലും മേടിക്കുന്നു. ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇറാൻ ഇറാഖ് യുദ്ധകാലത്തും ഈ ഇറാഖ് കുവൈറ്റ് അധിനിവേശ സമയത്തുമൊക്കെ ഇതേപോലെ മാസങ്ങളോളം ആഴ്ചകളോളം ഒക്കെ നീണ്ടു നിന്ന ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതുപോലെ അല്ല ഇറാന്റെ കേസ്. ഇറാന്റെ കേസ് എന്ന് വെച്ചാൽ ഒരുപാട് മിലീഷ്യസ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഒരുപാട് വിവിധ രാജ്യങ്ങളിലുള്ള ഭീകര സംഘടനകളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവരുടെ എന്താണ് പറയുന്നത് ഈ ഷാഡോ ഗ്രൂപ്പ്സ് ഒരുപാടുണ്ട്. അപ്പം അങ്ങനെയുള്ളിടത്ത് കുറച്ചുകൂടി കട്ടിയായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. ഈ പൊട്ടിത്തെറിയും ചാവേറ ആക്രമണവും അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും ഇപ്പൊ ഈ പെരുന്നാൾ ദിനത്തിൽ തന്നെ, ഇല്ലെങ്കിൽ ഈ ബലിപെരുന്നാളാണ് ഇന്നലെയുമൊക്കെ, അതൊക്കെ വലിയ രീതിയിൽ തന്നെ ഈ ഷിയകളും സുന്നികളും ഒക്കെ ആഘോഷിക്കുന്നത്. അതിന്റെ ഇടയിൽ തന്നെയാണ് ഈ സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കാത്തിരുന്ന് കാണുക. ഒരുപക്ഷെ ഈ സമാധാന കരാർ കുറച്ച് സ്പീഡാക്കി ഒപ്പിടയ്ക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ചെയ്യുന്ന ഒരു പ്രഷർ ആയിരിക്കാം. പക്ഷെ ആ പ്രഷറിനോട് ഇറാൻ അത്ര വേഗം വഴങ്ങുമെന്ന് തോന്നുന്നില്ല. കാരണം ഇറാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡ് ഹോർമുസിന്റെ ആ ഭാഗത്തുനിന്ന് അമേരിക്കൻ ഷിപ്സ് എല്ലാം പോകണം, നിങ്ങളുടെ ഉപരോധം നീക്കണമെന്നാണ്. അതിനകത്ത് ട്രംപ് ഒട്ട് വഴങ്ങുന്നുമില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. പിന്നെ ട്രംപാണ്, നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ചിലപ്പോൾ വഴങ്ങാനും ഒപ്പിടാനും മതി. ഇന്ന് രാത്രി പുള്ളി പ്രഖ്യാപിക്കുകയാണ് സമാധാനം എത്തിക്കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കാനും മതി. നാളെ രാവിലെ പിന്നെയും കൊണ്ട് ബോംബിടാനും മതി. ഏതായാലും ട്രംപാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഒരു എത്തും പിടിയും കിട്ടാത്ത, അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയയും ഇല്ലാത്തൊരു മനുഷ്യനാണ്.